അൽ റൂബ്, അൽ ഗാലി, അൽ ഹദിദ, അൽ ദുറ അതിർത്തി തുടങ്ങിയ പ്രവേശന കവാടങ്ങൾ വഴി സൗദി അറേബ്യയിലേക്ക് കടത്തുവാൻ ശ്രമിച്ച മയക്കുമരുന്ന് ഗുളികകളാണ് പിടികൂടിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും മൊത്തം 2,42,296 ആംഫെറ്റാമിൻ ഗുളികകളാണ് പിടികൂടിയത്. സാറ്റ്ക എന്ന സൗദി സക്കാത്ത് നികുതി കസ്റ്റംസ് അതോറിറ്റിയാണ് ഇത് സംബന്ധമായി വിവരം നൽകിയത്. അൽ റുബ്, അൽ ഖാലിയിലാണ് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നതെന്ന് സാറ്റ്ക വക്താവ് ഹമൂദ് അൽ ഹർബി പറഞ്ഞു. ഇവിടം വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുകയായിരുന്ന ഒരു ട്രക്കിൽ ഒളിപ്പിച്ച നിലയിൽ 2,02,570 ഗുളികകൾ കണ്ടെത്തുകയുണ്ടായി. അൽ ഹദീദിയിൽ മയക്കുമരുന്ന് കടത്തുവാനുള്ള 3 വ്യത്യസ്ത ശ്രമങ്ങളാണ് തടഞ്ഞത്. ഇവിടെ ഒരു ട്രക്കിനുള്ളിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്ഥലത്ത് ഒളിപ്പിച്ച നിലയിൽ ഗുളികകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി. ഇലക്ട്രിക്കൽ വയറുകളുടെ ഒരു ഷിപ്മെന്റിനുള്ളിൽ ഗുളികകൾ ഒളിപ്പിച്ച നിലയിൽ കടത്താനുള്ള ശ്രമവും തടഞ്ഞു. മറ്റൊരു വാഹനത്തിന്റെ ഡ്രൈവ് ഷാഫ്റ്റിനുള്ളിൽ നിന്ന് വേറെയും ഗുളികകൾ പിടികൂടി. അതേസമയം അൽ റുദയിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവ് ഷാഫ്റ്റിൽ ഒളിപ്പിച്ച നിലയിൽ ആംഫെറ്റാമിൻ ഗുളികകൾ ഉദ്യോഗസ്ഥർ പിടികൂടുകയുണ്ടായി. മാതൃഭൂമി ന്യൂസ്, റിയാദ്.